അപ്പോൾ നമുക്കിന്നൊരു കുഞ്ഞിപ്പെണ്ണിൻ്റെ ബർത്ത്ഡേ ഹാമ്പറാണ് കേട്ടോ ചെയ്യാനുള്ളത്. കുഞ്ഞിപ്പെണ്ണിൻ്റെ ഉമ്മയാണ് നമുക്ക് ഈ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം നമുക്കതിലൊരു A5 ഫ്രെയിം വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രെയിം ഞാൻ ഓക്കെ പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞു ട്രാൻസ്പെറൻറ്റ് ബോക്സിൽ വേണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ട്രാൻസ്പെറൻറ്റ് ബോക്സിലുള്ള സാധനങ്ങൾ അവർ ആക്ച്വലി പറഞ്ഞിട്ടില്ലായിരുന്നു. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഫ്രെയിം വേണം, പിന്നെ ക്യൂട്ടായിട്ടുള്ള റിങ് വേണം, മാല വേണം, ബ്രേസ്ലെറ്റ് വേണം, ഇത്രേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു ട്രാൻസ്പെറൻറ്റ് ബോക്സിൽ അതിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ മാത്രം സാധനങ്ങളില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കത് ബോക്സിൽ ചെയ്യാം. ട്രാൻസ്പെറൻറ്റ് ബോക്സ് ആകുമ്പോൾ അത്യാവശ്യം ഉണ്ട്. കുഞ്ഞു ബോക്സ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ മാലയൊക്കെ ചുരുട്ടി കൂട്ടി വെക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുറച്ചുകൂടെ ഐറ്റംസ് ആഡ് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എന്നാൽ യൂണിക്കോണിൻ്റെ ഡയറി ആയിക്കോട്ടെ, റിങ്ങിൻ്റെ ഒരു സെറ്റ് തന്നെ ഉണ്ടായിക്കോട്ടെ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ യൂണിക്കോണിൻ്റെ ഡയറി ഞാൻ ഓർഡർ ചെയ്ത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു പേനയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പേന ഞാൻ അതിൻ്റെ കൂടെ തന്നെ വെച്ചിട്ടുണ്ട്. അവർ പേന പറഞ്ഞിട്ടില്ല, ഞാൻ നമുക്ക് കിട്ടിയതല്ലേ, നമുക്ക് കിട്ടിയത് അതിൻ്റെ കൂടെ തന്നെ വെച്ചേ ഉള്ളൂ. പിന്നെ മാല വാങ്ങിയിട്ടുണ്ട്. മാലയും ബ്രേസ്ലെറ്റും ഞാൻ ഫാൻസി പോയിട്ട് തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. റിങ്ങിൻ്റെ സെറ്റ് ഞാൻ ഫാൻസിയിൽ നിന്ന് ചോദിച്ചു, പക്ഷേങ്കിൽ ഇവരുദ്ദേശിച്ച റിങ്ങിൻ്റെ സെറ്റല്ല അവരെനിക്ക് കാണിച്ചത്. അപ്പോൾ അതെനിക്കിഷ്ടമായി. അപ്പോൾ പിന്നെ ഞാനതും ഓർഡർ ചെയ്തു. അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്ത് കൊടുത്ത എല്ലാ ഐറ്റംസിൻ്റെയും സംഭവങ്ങൾ എന്ന് പറയുന്നത്. സംഭവം അടിപൊളിയായിട്ടുണ്ട്, നല്ല ഭംഗിയില്ലേ കാണാനും. എങ്ങനെയുണ്ട്?